സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കൂട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാചകങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതും നല്ല ഫ്ലേവറോട് കൂടിയതുമായ മീറ്റ് മസാല അഥവാ ഇറച്ചി മസാല. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് ഇറച്ചി മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ മല്ലിയാണ്. ഇത് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. 3 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇത് ചെറിയതല്ല, വലിയ ജീരകമാണ്. അടുത്തതായി 12 ഗ്രാമ്പൂ, 10 ഏലക്ക, 3 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ചെറിയ പീസുകളാക്കിയത്, 2 തക്കോലം, 8 വറ്റൽമുളക്. ഇവയെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇവ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. സ്പൈസസിൻ്റെ ഒക്കെ മൂപ്പ് വ്യത്യാസമായതിനാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിനായി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആദ്യം മല്ലി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരുംജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിയിലും മറ്റും കരടും പൊടികളും ഒക്കെ ഉണ്ടാകും. അത് കാരണം ഇവയൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുക്കണം. ഇവ മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ മല്ലിയുടെയും ജീരകത്തിൻ്റെയും മൂത്ത മണം വരും. ഇവ ചെറുതായിട്ട് പൊട്ടാനും തുടങ്ങും. ആ സമയത്ത് തീയിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്ക ഇവ ഇട്ടുകൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഏലക്കായിൽ കൃഷി ചെയ്യുന്ന സമയത്ത് കീടനാശിനികൾ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഇവ നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കുരു മാത്രം ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഇവ ചൂടായി നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയും തീയിൽ നിന്ന് മാറ്റാം. അടുത്തതായി പാനിലേക്ക് കറുവപ്പട്ട, തക്കോലം ഇവ രണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് ചൂടായി കിട്ടാൻ ഞാനിവിടെ തക്കോലവും പട്ടയും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു അളവിലാണ് ഞാൻ ഈ മീറ്റ് മസാല ഉണ്ടാക്കുന്നത്. ഒത്തിരി ഉണ്ടാക്കി വെച്ചാൽ ഇരിക്കും തോറും സ്പൈസസിൻ്റെ ഫ്ലേവർ കുറഞ്ഞു വരും. അതുകൊണ്ട് ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ മസാലക്കൂട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഫ്ലേവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് ചെറിയ അളവിൽ കറികളിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇവയും ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതും തീയിൽ നിന്ന് മാറ്റാം. ഇനി അവസാനമായി നമുക്ക് വറ്റൽമുളകും കൂടി ചൂടാക്കിയെടുക്കണം. പെട്ടെന്ന് ചൂടായി കിട്ടാൻ ഞാൻ ഇന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. നാടൻ വറ്റൽമുളക് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്തുപോകും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഫ്ലേവറുള്ള ഗരം മസാലയുടെയും സാമ്പാർ പൊടിയുടെയും റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. മുളകും നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് മാറ്റാം. ഇനി ഇവയെല്ലാം നന്നായി ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. സ്പൈസസിൻ്റെ ചൂട് നന്നായി ആറിയിട്ടുണ്ട്. ഇനി ഇവ പൊടിച്ചെടുക്കാം. അതിന് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം കേട്ടോ. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഡ്രൈ ആയിരിക്കുന്ന എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നനവുള്ളതാണെങ്കിൽ പൊടി പെട്ടെന്ന് കേടായി പോകും. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഡ്രൈ ആയിരിക്കുന്ന എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ട് സൂക്ഷിക്കാം. നമ്മുടെ കുക്കിങ്ങിൽ വളരെ സഹായകരമായ ഒരു മസാലക്കൂട്ടാണിത്. നമുക്കിത് ചിക്കൻ കറിയിലും ബീഫ് കറിയിലും കടലക്കറിയിലും ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ എന്നിങ്ങനെ പല കറികളിലും ചേർക്കാവുന്നതാണ്. ഇവ ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഈ മസാലക്കൂട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.